ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കേക്ക് ഡെക്കറേറ്റിംഗ് വീഡിയോ ആണ്. ഈ കേക്ക് എൻ്റെ കസിൻ്റെ കുട്ടികളുടെ ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ അവർ തന്ന ഓർഡറാണ്. ആ കുട്ടികൾ തന്നെ നെറ്റിൽ നിന്ന് ഒരു റെഫറൻസ് പിക്ക് എടുത്തിട്ടാണ് എനിക്ക് അയച്ചത് ഈ സെയിം മോഡൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ കേക്ക് വരുന്നത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് തീമിലാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ്, എഡിബിൾ ഡെക്കറേഷൻസ് ആണ് ചെയ്യുന്നത്. മോഡൽ അയച്ചത് ചെറിയ 2 കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളുടെ ബർത്ത്ഡേ ഒരേ ദിവസമാണ്. ചേച്ചി അനിയത്തിയാണ്. അപ്പോൾ ഒരാൾ 2nd സ്റ്റാൻഡേർഡും ഒരാൾ LKG-യിലാണ് പഠിക്കുന്നത്. ലിച്ചു, ചിച്ചു എന്നാണ് അവരുടെ വീട്ടിൽ വിളിക്കുന്ന പേര്. അപ്പോൾ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രിപ്പിംഗ് ഡിസൈൻ ചെയ്യാണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഗനാഷ് ഉണ്ടാക്കണം. നമ്മൾ ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 15 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും 15 ഗ്രാം ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്യണത്. നല്ല മെൽറ്റ് ചെയ്തതിന് ശേഷം രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. ആ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഡ്രിപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. നല്ല ഇങ്ങനെ താഴേക്കൊന്നും ഒലിച്ച് പോകാണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കേക്കിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ കറക്റ്റ് നിൽക്കും കേട്ടോ. അപ്പോൾ അതിനെ ഡ്രിപ്പിങ് ചെയ്ത് നമ്മൾ കറക്റ്റ് നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം ഇനി ഉണ്ടാക്കാനുള്ളത് കേക്ക് സിക്കിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കേക്കിൻ്റെ ക്രംസ് എടുത്തിട്ട് അതിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് കട്ടിയായിട്ട് നമ്മൾ ഉരുട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറക്റ്റ് ഫില്ലിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഫില്ല് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റിക്ക് കുത്തി കൊടുത്തത് അരമണിക്കൂർ കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഡിമോൾഡ് ചെയ്തെടുക്കുക ഓരോ കേക്ക് സിക്കിളായിട്ട്. എന്നിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ പിങ്ക് കളർ മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് നമ്മളിങ്ങനെ കേക്ക് സിക്കിളിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഇങ്ങനെ തണുത്തുള്ള കാരണം ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കും. കുറച്ചൊക്കെ ഇങ്ങനെ താഴ്ത്തിക്ക് നമ്മൾ ഇതാക്കി കളയണം. അത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഉള്ളത് അതിൻ്റെ മുകളിൽ തന്നെ പിടിച്ചോളൂ കേട്ടോ, ആ തണുവുള്ള കാരണം. അങ്ങനെ 4 കേക്ക് സിക്കിൾ അതുപോലെ ചെയ്തിട്ട് എല്ലാം ഡ്രൈ ആയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അവർ തന്ന മോഡലിൽ അതുപോലെ ഉണ്ടായിരുന്നു. അതിലൊരു കപ്പ് കേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കപ്പ് കേക്ക് ഞാൻ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ക്രീം ജസ്റ്റ് ആക്കിയിട്ട് ഒരു ടൂത്ത് പിക്ക് അതിൻ്റെ അടിയിൽ കുത്തിയിട്ടാണ് കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ, വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അവർ തന്ന റെഫറൻസ് പിക്ക്. അപ്പോൾ അതിൽ വെച്ച പോലെ തന്നെ ആ കേക്ക് സിക്കിളും പിന്നെ ഫോക്സ് ബോൾസ് അതുപോലെ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻസ് ഉണ്ട് ഹാർട്ട് ഷേപ്പിൽ ചെയ്തത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ആ കേക്കിലത്തെ പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവർ തന്ന മോഡലിൽ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്തിട്ട് നമ്മൾ കേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.